ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലെസൺ ക്ലാസ് 7ലെ പൊളിറ്റിക്സിലെ ചാപ്റ്റർ 1 ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി. അപ്പോൾ ഇത് നമ്മുടെ പൊളിറ്റിക്സിലെ ഫസ്റ്റ് ലെസൺ ആണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ ആണ്. സോ അപ്പോൾ നമുക്ക് ലെസൺ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ എന്തൊക്കെ പഠിക്കാനുള്ളതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ എന്തൊക്കെയാണ്? ഇക്വാലിറ്റിയും ആൻഡ് ഇറ്റ്സ് വേരിയസ് ഫോംസ്, അതിൻ്റെ പല ലെവൽസ്, എങ്ങനെയൊക്കെയാണ് ഇക്വാലിറ്റി സംഭവിക്കുന്നത് സൊസൈറ്റിയിൽ, അതേപോലെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൽ എങ്ങനെയായിരിക്കും, ബേസ്ഡ് ഓൺ കാസ്റ്റിൽ, റിലീജിയൻ, ഇതിലൊക്കെ ഇക്വാലിറ്റി എങ്ങനെയായിരിക്കും വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റോറി ഓഫ് ഓം പ്രകാശ് വാൽമീകി ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അൻസാരി. ഈ സ്റ്റോറി ഈ ഒരു കേസ് സ്റ്റഡി പോലെ തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അൻസാരിയുടെയും അതേപോലെ തന്നെ ഓം പ്രകാശ് വാൽമീകിയുടെയും. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് റെക്കഗ്നൈസിങ് ഡിഗ്നിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്നതിനെ പറ്റി, അതേപോലെ ഇക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസിയിൽ എവിടെയാണ് ഇക്വാലിറ്റി പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമുണ്ട്, ഗവൺമെൻറ് പാസ്സാക്കിയൊരു സ്കീം. ആ ഒരു സ്കീം സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിനെപ്പറ്റിയും പഠിക്കാനുണ്ട്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ഇഷ്യൂ ഓഫ് ഇക്വാലിറ്റി ഇൻ അതർ ഡെമോക്രസീസ്, വേറെ ടൈപ്പ് ഓഫ് ഡെമോക്രസീസിൽ ഇക്വാലിറ്റി ഉണ്ടാക്കുന്ന കുറച്ച് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇക്വാലിറ്റി കാരണം അല്ലെങ്കിൽ ഇക്വാലിറ്റി ഉള്ളത് കൊണ്ടുള്ള കുറച്ച് ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നമുക്ക് കാണാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ഫിഗറിൽ എന്താ തന്നിരിക്കുന്നതെന്ന് ആദ്യം എല്ലാവരും നോക്കുക. എന്താണ്? ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ വെച്ച് തന്നെ നോക്കാം. ഓൺ ഇക്വാലിറ്റി, ഇന്ത്യ ഈസ് എ ഡെമോക്രസി. ഇൻ ദ ക്ലാസ് 6 book we have looked at the key elements of democratic government. This includes people's participation and resolution of conflict and equality and justice. Equality is a key feature of democracy and influences all its aspects of its functions. So in this chapter we will be reading more about equality. അപ്പോൾ ഇക്വാലിറ്റിനെ പറ്റി ധാരാളം നമ്മൾ ഈ ലെസണിൽ പഠിക്കും. ഇക്വാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ കീ ഫീച്ചർ ഓഫ് ഡെമോക്രസി ആൻഡ് ഇൻഫ്ലുവൻസസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഫങ്ഷൻ. ഒരു ഗവൺമെൻറ് ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ പല ലെവൽസിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ നോക്കാൻ പോകുന്നത്. അതേപോലെ ഇന്ത്യ എന്തൊരു കൺട്രിയാണ്? ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിന് എന്താണ് കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പീപ്പിളുടെ ഒപ്പീനിയൻസ് കേൾക്കാം, അല്ലാണ്ട് ഒരു രാജാവോ ആരും അല്ല ഭരിക്കുന്നത്, ഗവൺമെൻറ് ആണ്. പീപ്പിൾ സെലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിച്ചിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരെയും തിരഞ്ഞെടുത്ത് ഓരോ പൊസിഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് എന്ത്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റസ് ബിഗിൻ അറ്റ് ദ ലുക്കിംഗ് ദ കാന്ത സ്റ്റോറീസ്. കാന്തയുടെ സ്റ്റോറിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് കാണാം ഇവിടെ കാന്തയുടെ സ്റ്റോറി. ഓൺ ഇലക്ഷൻ ഡേ, കാന്ത ആൻഡ് ഹെർ ഫ്രണ്ട്സ് സുജാത വർ വെയിറ്റിംഗ് ടു കാസ്റ്റ് ദെയർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കാന്തയും അവരുടെ ഫ്രണ്ട് സുജാതയും ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Isn't it good, Sujata, that we can all vote as equal citizens of our country? Even Jain Sahib is standing in the line with us. Yes. Okay, അപ്പോൾ കാന്ത സുജാതയോട് പറയാണ്, നോക്കിക്കേ, എല്ലാവർക്കും ഈക്വലായിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലേ നമ്മുടെ രാജ്യത്ത്. ഈവൻ നമ്മുടെ ജെയിൻ സാഹിബ് എന്ന് പറഞ്ഞാൽ കാന്ത ജോലി ചെയ്യുന്ന വീട്ടിലെ മെയിം സാബ് എന്നൊക്കെ പറയില്ലേ, അയാളാണ്. ഓക്കെ, യെസ്, ഗോ ഓൺ കാന്ത, ഇസ്ന്റ് ഇറ്റ് യുവർ ടേൺ നൗ. അപ്പോൾ കാന്തയുടെ അടുത്ത് പറയാണ്, നിന്റെ ടേൺ ആയി, നീ പോയി വോട്ട് ചെയ്തിട്ട് വരാൻ.
I will vote for the candidate who has promised to bring the pipe water to our area. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് ആരാണോ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ഏരിയയിലോട്ട് പൈപ്പ് വാട്ടർ കൊണ്ടുവരാന്ന് പറഞ്ഞ് അയാൾക്കായിരിക്കും എൻ്റെ വോട്ടെന്ന് പറഞ്ഞ് കാന്ത വോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനു മുന്നേ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോറി ക്യൂ ഒന്ന് കാണാം. ഓക്കെ, ഈ ക്യൂവിൽ ആരൊക്കെയുണ്ട്? ഒരു ടീച്ചർ, ഫസ്റ്റ് ഒരു ടീച്ചറാണ്, പിന്നെ ഒരു ട്രേഡർ, സ്റ്റുഡൻറ്, ഒരു ഡെമോക്രാറ്റിക് വർക്കർ, ഡൊമസ്റ്റിക് വർക്കർ ആയിട്ടുള്ള കാന്ത ദേദ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് കാന്ത, ഇതാണ് ഫ്രണ്ട് സുജാത, അടുത്തത് അബ്ദുൾ റഹ്മാൻ ഒരു ആർട്ടിസ്റ്റ്, ഷബ്നം ബാനു ഹൗസ് വൈഫ്, ഒരു കൺസൾട്ടൻറ്റ്, ഒരു ഗവൺമെൻറ് ഓഫീസർ, അതേപോലെ തന്നെ ഇവിടെ അശോക് ജി എന്ന് പറഞ്ഞ് കാണാം, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഇവർ രണ്ടുപേരും ഈ കാന്തയാണ് ഇയാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വർക്കർ. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നമുക്ക് ബാക്കി കാണാം. ഈ കേസ് സ്റ്റഡി നമുക്കൊന്ന് ചെറുതായിട്ട് പഠിക്കാം. ഓക്കെ, ആഫ്റ്റർവേർഡ് we will see you later, Kanda. Yes, namaste, Sahib. Gudia has been running fever and I have taken her to the hospital. But I will have to finish the work at Sahib's house first and ask for an advance at home. Here, have some of this. You will feel better. And when I get back in the evening, we will go to the hospital, okay? It is not a wonder that Gudia falls ill. The basti is never clean. ഓക്കെ, അപ്പോൾ അതിന് ശേഷം വോട്ടൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ സാഹിബ് പറഞ്ഞു വി വിൽ സീ യു ലേറ്റർ കാന്ത, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ കാന്ത എന്ന് പറഞ്ഞു യെസ് നമസ്തേ മെം സാബ് എന്ന് പറഞ്ഞ് അയാൾ പോയി. ഓക്കെ, അപ്പോൾ സുജാതയും കാന്തയും കൂടി നടന്നു വരികയായിരുന്നു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? കാന്ത പറഞ്ഞു എൻ്റെ മോളുണ്ട് ഗുഡിയ, അവളുടെ പേരാണ് ഗുഡിയക്ക് പനിയാണ്, സോ അവളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. അപ്പം ആദ്യം എനിക്ക് എന്ത് ചെയ്യണം? സാഹിബിൻ്റെ വീട്ടിലുള്ള ജോലി മൊത്തം തീർത്തിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഞാൻ ജോലി മൊത്തം തീർത്തിട്ട് സാഹിബിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചതിന് ശേഷം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ കാന്ത വീട്ടിൽ ചെന്ന് അറ്റ് ഹോം, ആ സീനാണ് നമ്മൾ കാണുന്നത്. കാന്തയുടെ മോള് ഗുഡിയ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു എന്ത് യു ഹാവ് സം ഓഫ് ദിസ്, ഒരു ചുക്കാപ്പി പോലെ എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് കുടിച്ചു നോക്ക്, യു വിൽ ഫീൽ ബെറ്റർ, നിനക്ക് നന്നായിട്ട് തോന്നും, ബെറ്റർ ആവും. അതിനുശേഷം നമുക്ക് ഈവനിങ്ങിൽ ഒരു ഡോക്ടറെ പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ കാന്ത പോകുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഗുഡിയക്ക് പനി വന്നത് വേറൊന്നും കൊണ്ടൊന്നല്ല, ബസ്തി ആ ഏരിയാസ് ഒന്നും ഒട്ടും ക്ലീൻ അല്ല, ഒട്ടും ഹൈജീൻഡ് അല്ല, അതുകൊണ്ടാണ് കുട്ടിക്ക് എപ്പോഴും അസുഖം പനി വന്നത്. ഓക്കെ എന്ന് പറയാണ്. നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? The story above begins with Kanda standing in a line to cast her vote. അല്ലെ, വോട്ട് രേഖപ്പെടുത്താനായിട്ട് നിൽക്കുന്ന കാന്തയാണ് നമ്മൾ ആദ്യം കാണുന്നത്. Look at the various people who are standing in the line. നമ്മൾ കണ്ടു ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് കണ്ടു അല്ലെ. എംപ്ലോയേഴ്സ്, ഹൗസ് വൈഫ്, അശോക് ജെയിൻ സാർ, ചോട്ടിലാൽ, നൈബർ, അതേപോലെ തന്നെ പല ആൾക്കാരുണ്ട്, പല സ്റ്റുഡൻസ് ഉണ്ട്, ഓക്കെ വർക്കേഴ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യാൻ നിൽക്കുന്നുണ്ട്? വോട്ട് രേഖപ്പെടുത്താൻ നിൽക്കുന്നുണ്ട് അല്ലെ. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ പോലുള്ളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഓൾ അഡൽട്ട് irrespective of what religion they belong to, how much education they have had, what caste they are, or whether they are rich or poor, are allowed to vote. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്താണ്? ഓൾ അഡൽട്ട്സ്, എല്ലാ അഡൽട്ടും മീൻസ് 18 എബവ് ഉള്ള ആളുകളും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് റിലീജിയൻ, അവർ ഏത് മതത്തിൽ ഉള്ള ആൾക്കാരാണെങ്കിലും, എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും, ഹൗ മച്ച് എഡ്യൂക്കേഷൻ ദേ ഹാവ് ഹാഡ്, അതുപോലെ തന്നെ ഏത് കാസ്റ്റിൽപ്പെട്ട ആളാണെങ്കിലും, അതുപോലെ തന്നെ റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും എന്താണ്? ദേ ആർ allowed to vote. ഓക്കെ,
they are allowed to vote. അതാണ് എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പറയുന്ന കാര്യം. ഓക്കെ, അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പറയുന്നത്. നമ്മൾ ഓൾറെഡി അത് 6th നമ്മൾ ഓൾറെഡി പഠിച്ച് നിർത്തി വെച്ച കാര്യമാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താന്നുള്ള കാര്യം. ഒന്നുകൂടി വേണമെങ്കിൽ നമ്മളൊന്ന് നോക്കിക്കോ, എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളത്. In a democratic country like India, all adults, irrespective of what religion they belong to, how much education they had or have, or what caste they are allowed to cast their vote. വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. This is known as universal adult franchise. Okay. It is an essential aspect of democracy. Democracy വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ത്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, the idea of universal adult franchise is based on the idea of equality. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി അഡൽട്ട് ഇൻ എ കൺട്രി, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ വെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഹി ഓർ ഷി ആറ്റ് ബിലോങ്, ഹാസ് വൺ വോട്ട്. അവർക്ക് എത്ര വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഒരു വോട്ട് ചെയ്യാം. ഏത് മതത്തിലോ ജാതിയിലോ കാസ്റ്റോ എന്തും ആയിക്കോട്ടെ, ധനികനോ ദരിദ്രനോ ആരും ആയിക്കോട്ടെ, വോട്ട് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. കാന്ത ഈസ് എക്സൈറ്റഡ് ടു വോട്ട്. വോട്ട് ചെയ്യാൻ കാന്ത വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഹാപ്പി, വളരെ സന്തോഷവതിയുമായിരുന്നു. ദാറ്റ് ഷീ ഈസ് ഈക്വൽ ടു ഓൾ അതേഴ്സ്. എന്തുകൊണ്ടാണ് ഈ സന്തോഷം, അവൾ എല്ലാവരും ആ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ലൈനിൽ എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് ബിക്കോസ് ഓൾ ഓഫ് ദം ഹാസ് വൺ വോട്ട്. മേം സാബ് വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും 2 വോട്ട് കൊടുക്കോ, ഇല്ല. എല്ലാവർക്കും ആ ഒരു വോട്ടേ ചെയ്യാനുള്ള അവകാശമുള്ളൂ. അപ്പൊ എല്ലാവരും ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ്, ഈക്വലി ട്രീറ്റ് ചെയ്തു. അതാണ് എന്ത്, ഇക്വാലിറ്റി. നമ്മളെല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന രീതി ഈക്വലി. ഓക്കെ, അപ്പൊ ഇപ്പുറത്തെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിലെന്താണ്, മേം സാബിന്റെ വൈഫ് പറയാണ് മേക്ക് ഷുവർ ടു ഡു ദ കോർണേഴ്സ് പ്രോപ്പർലി. അപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോ തുടക്കുമ്പോൾ മൂലയൊക്കെ ചേർത്ത് നല്ല ഭംഗിയോടുകൂടി തുടക്കാൻ അവര് കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മീൻസ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് ജോലി ചെയ്യാൻ. ഓക്കെ, ഓക്കെ നെക്സ്റ്റ്, ഹിയർ ഇസ് യുവർ അഡ്വാൻസ്. ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഹിയർ ഇസ് യുവർ അഡ്വാൻസ് ബട്ട് ഡു നോട്ട് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ഓഫ് ഇറ്റ്. നോ മാഡം. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഭാര്യ മേം സാബ് പറഞ്ഞു, അല്ലെങ്കിൽ സാഹിബിന് ഭാര്യ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഇതൊരു ശീലമാക്കണ്ട. ഇന്ന് നിങ്ങളുടെ അഡ്വാൻസ് ആയിട്ടുള്ള പൈസ, പക്ഷെ ഇതൊരു ശീലമാക്കരുത്. ഓക്കെ, ബട്ട് as her go on, Kanda become less certain about what equality real means. What is that makes Kanda unsure? Let us take a look at her day in her life. She lives in a slum that has a big drain behind her house. Her daughter is sick, but she could not take a day off from the work because she need to borrow money from her employer to take her child to doctor. Her job is a domestic and helps tires her out, and she finally ends her day but again standing in a long line. This line is in the front of the government hospital. Unlike 1 in the morning, most of the people are standing in the line are poor. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കാന്തയുടെ സ്റ്റോറിയിൽ നമുക്ക് നോക്കാം എന്താണ് ഇനി കാന്തയുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യം. ഓക്കെ, കാന്ത എവിടെയാണ് ജീവിക്കുന്നത്, ഒരു സ്ലം ഏരിയയിൽ അല്ലേ. സ്ലം ഏരിയയിലാണ് കാന്ത ജീവിക്കുന്നത്. അതിൻ്റെ ബാക്കിലൊരു ഡ്രെയിൻ ഉണ്ട്, മീൻസ് ഒരു കാണ പോലത്തെ സ്ഥലം. അതിൽ മൊത്തം അഴുക്കാണ്. അതുകൊണ്ടാണ് കാന്തയുടെ മോൾക്ക് എപ്പോഴും അസുഖം പിടിക്കുന്നത്. അപ്പോൾ കാന്തയ്ക്ക് ഒരു ദിവസം അവധി എടുക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണ്, എംപ്ലോയർ ചെന്നില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, പൈസ തരത്തില്ല അന്നത്തേക്കുള്ള. ഓക്കെ, അപ്പൊ പൈസ കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്തു, ശിവൻ ക്ലീൻ ചെയ്യാൻ പോയി. ആ സീനാണ് നമ്മൾ ഇതിന് മുന്നത്തെ സ്ലൈഡിൽ കണ്ടത്. ഓക്കെ, അങ്ങനെ ഫൈനലി ആ ദിവസത്തിന്റെ ലാസ്റ്റും കാന്ത എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, ഒരു ലൈനിന്റെ ക്യൂവില് ലൈനിൽ നിന്നോണ്ടിരിക്കുകയാണ്. എവിടെയാണത്,
ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ക്യൂവിൻ്റെ ലൈനിലാണ്. പക്ഷേ രാവിലത്തെ നിന്നും അത് വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ക്യൂ ആണ്. കാരണം ആ ക്യൂ എന്താണ്? ആ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ മൊത്തം പൂവർ പീപ്പിൾ ആണ്. അതാണ് ആ രണ്ട് ക്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതാണ് ഈ ഫിഗർ നമുക്ക് കാണുന്നത്. ദാറ്റ് ഈവനിങ് ജസ്റ്റ് ഫ്യൂ മോർ മിനിറ്റ്സ് വെയിറ്റ്. കാന്ത മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. മകളെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ജെയിൻ മെയിൻസാബ് ഹാവ് സ്റ്റാൻഡ് ലൈൻ ബട്ട് ദേ ഡു നെവർ ഡു വെൻ ദെയർ ചിൽഡ്രൻ ആർ സിക്ക്. ഓക്കെ, മെയിം സാബും ജെയിൻ മാഡം ജീൻ സാഹിബും ലൈനിൽ നിൽക്കും എന്ത് ചെയ്യാൻ? വോട്ട് ചെയ്യാൻ. പക്ഷേ അവരൊരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കാറില്ല? ഹോസ്പിറ്റലിൽ അവരുടെ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂവിൽ വന്ന് നിൽക്കാറില്ല. അതാണ് ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ കാന്തയുടെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. രണ്ട് ക്യൂകൾ തമ്മിലുള്ള ഡിഫറൻസ്. രാവിലത്തെ ക്യൂ എങ്ങനെയത്തെ ക്യൂ ആയിരുന്നു, വൈകിട്ട് കാന്ത കുട്ടീനെ കൊണ്ടുവരുന്ന ക്യൂ എങ്ങനെയുള്ള ക്യൂ ആയിരുന്നു. ഓക്കെ, Article 14 to 18 of the Indian Constitution proclaims that in India, every person will have the right, not even state can refuse the constitutional right granted to each and every citizen. അപ്പൊ ഇവൻ ആർക്കും തടയാൻ പറ്റത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ വ്യക്തിക്കും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ വ്യക്തിക്കും കൊടുത്ത റൈറ്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ ആർക്കു പോലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇന്ത്യയിൽ റൈറ്റ് ഉണ്ട്. ഈച്ച് സിറ്റിസൺ ഹാസ് റൈറ്റ്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 14 and 15. ചിലപ്പോൾ വല്ല 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്വാലിറ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടത് അഡൽട്ട് ഫ്രാഞ്ചൈസ് എങ്ങനെയായിരുന്നു. കാന്ത നവി ഈസ് എ ഡൊമസ്റ്റിക് വർക്കർ. ഷീ സ്റ്റാൻഡിങ് ഓൺ ദ ലൈൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ വിഷസ് സീ ദ പവർ ബിക്കോസ് ബ്യൂട്ടിഫുൾ തിങ്സ് അബൌട്ട് ദ ഓർ ഡെമോക്രസി മാറ്റേഴ്സ് ദാറ്റ് ഇസ് ഓൺ. നമുക്ക് യഥാർത്ഥ ഡെമോക്രസി കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഒരു ഇലക്ഷൻ ഡേറ്റിലാണ്, അല്ലെ? എവറിബഡി ഹാസ് സ്റ്റാൻഡ് ഓൺ ദ സെയിം ലൈൻ. നോബഡി ഈസ് entitled to any extra benefit. ആർക്കും എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഇതാണ് അതാണെന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും ക്യൂവിൽ ഫസ്റ്റ് നിൽക്കാനൊന്നും സാധിക്കില്ല. അതേ ക്യൂവിൽ അത് പാലിച്ച് നമ്മൾ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. Kanda's employer, whom she had addressed, Jane Saab, has to stand in the same line. Both of them press the ballot button. എല്ലാവർക്കും ബാലറ്റ് ബട്ടൺ ഒറ്റ പ്രാവശ്യമേ പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അശോക് ജെയിൻ റിച്ച് ആണെന്ന് പറഞ്ഞ് ഈ ഡോൺ ഗെറ്റ് ടു പ്രസ് ദ ബട്ടൺ ട്വൈസ്. പറ്റുമോ അങ്ങനത്തെ ഒരു കേസ്? ഇല്ല. നോട്ട് ദ അശോക് ജെയിൻ ബിക്കോസ് നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കും പറ്റത്തില്ല. അശോക് ജെയിൻ റിച്ച് ആണെന്ന് പറഞ്ഞുകൊണ്ടും അയാൾക്ക് 2 പ്രാവശ്യം ബാലറ്റിൽ കുത്തി അമർത്താനൊന്നും സാധിക്കില്ല. എല്ലാവരും അതിൻ്റെ മുന്നിൽ എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ചാൻസസേ എല്ലാവർക്കും ഉള്ളൂ. ഓക്കെ, this scenario put forward the idea of every person in India, irrespective of their economic status, caste, religion, gender, has the right to vote. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഫസ്റ്റ് വൺ? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ്? റൈറ്റ് എലക്റ്റഡ് പേഴ്സൺ റെപ്രസെൻറ്റേറ്റീവ്. സപ്പോസ് എനി കമ്മ്യൂണിറ്റി ഈസ് ബാഡ് ഫ്രം ദ റൈറ്റ് യൂസിങ് ഷീ കാൻ വോട്ട് ഫോർ ദ റെപ്രസെൻറ്റേറ്റീവ് ഹു ഹാഡ് ടേക്കൺ അപ്പ് ഹെർ കോസ് ടു ദ അസംബ്ലി. ഹെർ പ്ലേസ് വുഡ് റിമൈൻ അൺഹിയർ. ദിസ് ഈസ് എ ഡെമോക്രസി. റീസൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്താണ്? എന്തുകൊണ്ടാണ് adult franchise important എന്ന് പറഞ്ഞാൽ if any adult citizen of the democracy has a right to elect the representative, elect ചെയ്യാനുള്ള അവകാശമുള്ളവർക്ക്, സപ്പോസ് എനി കമ്മ്യൂണിറ്റി ഈസ് ബേർഡ് ഫ്രം യൂസിങ് ദെയർ റൈറ്റ് ഷീ കാൻ വോട്ട്, ആർക്കും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഗിവ് എ പ്ലീ. കോർട്ടിൽ ചെന്നിട്ട് ഒരു പ്ലീ കൊടുക്കാവുന്നതായിരിക്കും.
This is a reason adult franchise is an important. Everybody has equal right. നിങ്ങൾ നേരത്തെ കാണിച്ച ആ ഡെഫിനിഷൻ ആയാലും എഴുതിയാൽ മതി. You will get marks. ഓക്കെ, നേരത്തെ കാണിച്ചത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇക്വാലിറ്റി. ഇക്വാലിറ്റിയെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The Constitution recognizes all persons as equal. എല്ലാവരും ഈക്വൽ ആണ്. Irrespective of caste, religion, education, economic background, എല്ലാവരും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. No law exists to protect from the discrimination or ill treatment. Now several that work sees that people are treated with dignity. എല്ലാവരെയും വളരെ ഡിഗ്നിറ്റിയോടുകൂടി ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ലെസണിലെ ഫസ്റ്റ് പാർട്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടി പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അടുത്ത ടോപ്പിക്ക് കവർ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.